നമസ്കാരം. ഞങ്ങളെ എങ്ങനെ അടിച്ചാലും ഇടിച്ചാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ കാമാച്ചിയമ്മയോട് അല്ലാതെ വേറെ ആരോടും സത്യം പറയില്ല. കാമാച്ചിയമ്മയാണ് ദൈവം ഞങ്ങളുടെ. കാമാച്ചിയമ്മ പറഞ്ഞാൽ കാമാച്ചിയമ്മന് മുന്നിൽ പോയി ഞങ്ങൾ സത്യം പറയും. പോലീസിനൊന്നും ഞങ്ങൾക്കൊരു വിലയുമില്ല. ഒരു പുല്ലാണ് ഞങ്ങളിടിച്ചാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതിനുള്ള ആഹാരമൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. ഉടുമ്പിനെ ഭക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. ഉടുമ്പിനെ ഭക്ഷിച്ചാൽ ഞങ്ങളുടെ ശരീരത്തിന് ഒന്നും പറ്റില്ല എന്ന് പറയുന്ന ആരാണ്? സന്തോഷ് ശെൽവമാണ്. ഈ അടുത്ത കാലത്ത് എറണാകുളം കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് ടെൻറ്റ് കെട്ടി അതിനോട് കുഴി ഒഴിച്ച് അതിനുള്ളിൽ ഒളിച്ചിരുന്ന സന്തോഷ് ശെൽവം എന്ന് പറയുന്ന കുർവാ സംഘത്തിലെ ആളെ പിടിച്ചപ്പോൾ പറഞ്ഞ വാചകമാണ്. എന്നാൽ നമ്മൾ കാണേണ്ട കാര്യം അവരുടെ ഒരു ഓപ്പറേഷൻ എന്തൊരു ഭീകരമാണ് എന്ന് കാണിക്കുന്നതാണ് തുടക്കത്തിൽ കൊടുത്ത വീഡിയോ. CCTV ദൃശ്യം. ആ CCTV ദൃശ്യത്തിൽ ഒരു 4 അംഗ സംഘം വരുന്നു. അതിൽ 5 അംഗ സംഘം വരുന്നു. അതിൽ ഒരാൾ വലിയ പാറക്കല്ല് എടുത്ത് വാതിലിന് എറിയുന്നു, വീണ്ടും എറിയുന്നു, വീണ്ടും എറിയുന്നു. മൂന്നാമത്തെ എറിച്ചിലിൽ വീട് തുറക്കുന്നു. പിന്നിലുണ്ടായിരുന്ന വലിയ വടിയും വാളും ആയുധങ്ങളുമായുള്ള ആളുകൾ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വീട്ടുകാർ പേടിച്ച് എന്തെങ്കിലും തരത്തിൽ അവരെ ഉപദ്രവിക്കാൻ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇവരവിടെ വെട്ടിയിട്ട് കൊന്നുപോകും. യാതൊരു മടിയില്ലാത്ത, കൊല്ലുന്നതിനും ആളുകളെ ബലാത്സംഗം ചെയ്യുന്നതിനൊന്നും ഒരു മടിയുമില്ലാത്ത ഈ സംഘം അവിടെയുള്ള സാധനങ്ങളെല്ലാം കൊള്ളയടിച്ച് സ്ഥലം വിടുന്നു. എന്നിട്ടും ആകെ ഇതുവരെ കിട്ടിയത് മാറാഞ്ചേരിയിൽ ആക്രമണം നടത്തിയ സന്തോഷ് ശെൽവനെ മാത്രമാണ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിലാണ് ആക്രമണം കേരളത്തിൽ നടന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പറവൂരിൽ, അതേപോലെ പുന്നപ്രയിൽ, കായംകുളത്ത്, ഹരിപ്പാട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ എന്തിന് അരൂര് വരെ ഇവർ ഒരു ആക്രമണം നടത്തി ആളുകളെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി അവിടെ ഇത്തരം പണം തട്ടിക്കൊണ്ടുപോവുക, മാല അടിച്ചുകൊണ്ട് പോവുക, അവിടെയുള്ള ഇതുപോലുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന രീതി. ഇവരോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. കാരണം അവരത്രയും ആയുധ പരിശീലനം നടത്തിയിട്ടുള്ള ആളുകളാണ്, കായികാഭ്യാസമുള്ള ആളുകളാണ്, അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് പ്രധാന പണി പുറത്ത് പകൽ സമയത്ത് ഇവർ മീൻ പിടിക്കലാണ്. കുട്ടസഞ്ചിയിലൊക്കെ പോയി മീൻ പിടിക്കലാണ് പണി. മറ്റുള്ളൊരു പണികളൊന്നുമില്ല. രാത്രിയായാൽ ഇവർ മോഷണത്തിനിറങ്ങും. അങ്ങനെ മോഷണത്തിനിറങ്ങി ആളുകളെ വാതിലിടിച്ച് തകർത്ത് അകത്ത് പ്രവേശിക്കും. അങ്ങനെ ആളുകളെ ആക്രമിക്കും. എന്നിട്ട് എല്ലാ സാധനങ്ങളും അടിച്ചുകൊണ്ടുപോകും. ആ ഭീകര രംഗങ്ങൾ ആണ് തുടക്കത്തിൽ. ഒന്നുകൂടി നമുക്ക് കാണാം.